Hi friends, again I'm back with our third lesson in our second unit. Breaking barriers, I will fly, Phoenix rises എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള മോട്ടിവേഷണൽ സ്റ്റോറീസ് അല്ലെ, സ്വന്തം ലിമിറ്റേഷൻസിനെ മറികടന്നുകൊണ്ട് ജീവിതത്തിലെ സക്സസ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളുടെ ആരൊക്കെയായിരുന്നു മക്കളെ? ശ്രീകാന്ത് ബോളയുടെയും അതുപോലെ അരുണാചലം മുരുകാനന്ദത്തിന്റെയും ലൈഫ് സക്സസ് ആയിട്ടുള്ള ഒരു അടിപൊളി രണ്ട് സ്റ്റോറിക്ക് ശേഷം ദ സ്ലൈഡിങ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു കവിത അല്ലെ, ഒരു പോമുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം മക്കളെ. ദ സ്ലൈഡിങ്, പോൾ ലോറൻസ് ഡംബാർ. നോക്കാം. About the poet, the Paul Laurence Dunbar, 1870 to 1806, was an American poet. അദ്ദേഹം എന്താണ്? ഒരു അമേരിക്കൻ പോയറ്റ് ആണ്, നോവലിസ്റ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററുമാണ്. ഓക്കെ, then he was enslaved in കെഞ്ചൂക്കി ബിഫോർ ദ അമേരിക്കൻ സിവിൽ വാർ. അമേരിക്കൻ സിവിൽ വാറിന് മുമ്പ് കെഞ്ചൂക്കിയിൽ ഉണ്ടായിരുന്ന ഒരു അടിമയായിരുന്നു, ഇവിടെ അടിമ വംശത്തിൽപ്പെട്ട ഒരാളായിരുന്നു. He published his first poem, Our Matriarch Soldier, at the age of 16. 16 വയസ്സിൽ ആദ്യ പോയം എഴുതിയപ്പോൾ തന്നെ അദ്ദേഹം ഉറപ്പിക്കാലേ മക്കളെ, അദ്ദേഹം ഫേമസ് റൈറ്റർ ആവും എന്നുള്ളത്. Dunbar became one of the first Afro-American writer to win international acclaim. അല്ലെ, അദ്ദേഹം ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ, ആഫ്രിക്കയിൽ നിന്നും കുടിയേറിപ്പാർത്ത അമേരിക്കക്കാരുണ്ടല്ലോ, അതിനാണ് ഈ ആഫ്രോ അമേരിക്കൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആഫ്രോ അമേരിക്കൻ റൈറ്റേഴ്സിലെ ഫസ്റ്റ് ആയിട്ട് ഇന്റർനാഷണൽ അക്ലൈം, ഇന്റർനാഷണൽ ഫേമസ് ആയിട്ടുള്ള സ്ഥാനം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ഹി വർക്ക്ഡ് വിത്ത് ദ റൈറ്റ് ബ്രദേഴ്സ് ഇൻ ദയർ പബ്ലിക്കേഷൻ ദ ടാഡ്ലർ. അല്ലെ, ദ ടാഡ്ലർ എന്ന് പറയുന്ന റൈറ്റ് ബ്രദേഴ്സിന്റെ പബ്ലിക്കേഷനിലും അദ്ദേഹം അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹിസ് ഫസ്റ്റ് ബുക്ക് എ കളക്ഷൻ ഓഫ് പോയംസ് ഓക്ക് ആൻഡ് ഇവി വാസ് പബ്ലിഷ് ഇൻ 1893. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്കായിട്ടുള്ള കളക്ഷൻ ഓഫ് ഫോംസ് ആയിട്ടുള്ള ഓക്ക് ആൻഡ് ഇവി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1893. He was published many collections of poems, short story, 4 novels and a play. അല്ലെ, ഒരു നാടകവും 4 നോവൽസും ഒരുപാട് ഷോർട്ട് സ്റ്റോറിയും ഒരുപാട് പോംസും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ക്ലിയർ? നോക്കാം. പോയറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്ന അപ്രിസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുമ്പോൾ പോയറ്റിനെ കുറിച്ച് എഴുതൽ നിർബന്ധമാണ് അല്ലെ. പോമാവുമ്പോൾ അപ്രിസിയേഷൻ വരും, ആ സമയത്ത് പോയറ്റിനെ കുറിച്ച് എഴുതേണ്ടി വരും. പോൾ ലോറൻസ് ഡംബർ എന്താണ്? ഒരു അമേരിക്കൻ പോയറ്റ് ആണ്, നോവലിസ്റ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. അദ്ദേഹം ഹി വാസ് എൻ എൻസ്ലാവ്ഡ് ഇൻ ദ കെച്ചൂക്കി ബിഫോർ ദ അമേരിക്കൻ സിവിൽ വാറിന് മുമ്പ് അദ്ദേഹം ഒരു അടിമയായിരുന്നു. ഹി പബ്ലിഷ്ഡ് ഹിസ് ഫസ്റ്റ് പോം. അദ്ദേഹത്തിന്റെ ആദ്യ പോമായി എന്താണെന്ന് ചോദിച്ചാൽ അവർ മാട്രിയാർച്ച് സോൾജിയർ ആയിരുന്നു. 16 വയസ്സിലാണ് എഴുതിയിട്ടുള്ളത്. Then Dunbar became one of the first Afro-American writer to win the international acclaim. ആദ്യമായിട്ട് ഇന്റർനാഷണൽ അക്ലൈം സാധിച്ചെടുക്കുന്ന ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ റൈറ്റർ ആണ്. ആൻഡ് ഹി വർക്ക്ഡ് വിത്ത് ദ റൈറ്റ് ബ്രദേഴ്സ്. റൈറ്റ് ബ്രദേഴ്സ് നിങ്ങൾ അറിയുന്നുണ്ടാവും, ഫേമസ് ആണ് അല്ലേ. ആ റൈറ്റ് ബ്രദേഴ്സിന്റെ കൂടെ അവരുടെ പബ്ലിക്കേഷൻ ആയിട്ടുള്ള ടാഡ്ലറിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് എ കളക്ഷൻ ഓഫ് ഫോംസ് ആയിട്ടുള്ള ഓക്ക് ആൻഡ് എവി ആണ്. അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1893. ആൻഡ് ഹി ഹാസ് പബ്ലിഷ്ഡ് മെനി കളക്ഷൻസ് ഓഫ് പോംസ്. അദ്ദേഹം ഒരുപാട് പോംസ് എഴുതിയിട്ടുണ്ട്, ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുണ്ട്, 4 നോവൽസ് എഴുതിയിട്ടുണ്ട്, ഒരു പ്ലേ, ഒരു നാടകവും എഴുതിയിട്ടുണ്ട്. ക്ലിയർ? Then let's read and enjoy. Problems should be seen as an opportunities. അല്ലെ മക്കളെ, എന്താണ്? പ്രശ്നങ്ങളെ ഞങ്ങൾ അവസരങ്ങളായിട്ട് നമ്മൾ കാണണം. വി ഷുഡ് ബി സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ഹു ട്രാൻസ്ഫോർ ദ വേൾഡ്. അല്ലെ, നമ്മൾ ആരാവണം മക്കളെ? സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആണ്, പരിഹാരം കൊടുക്കുന്നവരാവണം അല്ലെ. അല്ലാതെ ആ പ്രോബ്ലംസിൽ പെട്ടിട്ട് അവിടെ അങ്ങ് സ്റ്റക്ക് ആവുന്നവരാവരുത്. ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തി സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആവണം, നമ്മൾ പരിഹാരം നൽകുന്നവരായി മാറണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ലോകത്തെ മാറ്റിമറിക്കാൻ വേണ്ടി ട്രാൻസ്ഫോം ദ വേൾഡ് അല്ലെ, ലോകത്തെ മാറ്റാൻ സാധിക്കും. Can we continue to stay motivated even when the path to success is long, difficult and challenging? അല്ലെ, നിങ്ങളുടെ സക്സസിലേക്കുള്ള വഴി, പാത്ത് മീൻസ് വഴി, സക്സസിലേക്കുള്ള വഴി കുറച്ച് ലോങ് ആണ്, ദൂരെയാണ്, ഡിഫിക്കൽട്ട് ആണ്, ബുദ്ധിമുട്ടാണ്, ചാലഞ്ചിങ് ആണ് അല്ലേ. എന്താണ്? വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു മോട്ടിവേഷൻ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ആയിട്ട് സ്റ്റേ ചെയ്യണം അല്ലെ. നിങ്ങൾ എന്താണ്? പെർസേവ് ആണ്, നിങ്ങളുടെ ഊർജ്ജസ്വലത, നിങ്ങളുടെ അത് ചെയ്യാനുള്ള ആ ഒരു പ്രേരണ, ആ ഒരു മോട്ടിവേഷൻ എന്ത് ചെയ്യണം? അത് അതേപോലെ നിങ്ങൾ നിലനിർത്തണം. The seedling shows how nature can inspire us to persevere
ഇൻ ദ ഫേസ് ഓഫ് ദ അഡ്വേഴ്സിറ്റി, അല്ലെ? പ്രതികൂല സാഹചര്യങ്ങൾ പോലും. അഡ്വേഴ്സിറ്റി മീൻസ് എന്താണ്? പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും ഒരു പെർസേവ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പെർസേവർ എന്ന് പറഞ്ഞാല് എന്താ പറയുക? സ്ഥിരോത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകും. ഒരു കാര്യം പെട്ടെന്ന് വെച്ച് അവസാനിപ്പിക്കാതെ ഒരുപാട് പ്രോബ്ലംസിലേക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനാണ് പെർസേവ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെന്താ റീഡിങ് ഷോ ഹൗ നാച്ചർ, പ്രകൃതി, അല്ലെ? പ്രകൃതി മനുഷ്യന് പ്രോബ്ലംസുകളെയും അതിജീവിച്ചു കൊണ്ട് മുന്നോട്ട് പോവാന് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും, ഇൻസ്പയർ ആവും എന്നുള്ളതാണ് ഈ ഒരു പോമിലൂടെ നമുക്ക് പറയുന്നത്. നോക്കാം. സീഡ്ലിങ്സിന്റെ പോമാണ്. വളരെ മനോഹരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലൈനുകളുള്ള പോം. നോക്കാം. As a quiet little seedling lay with its darksome bird, to itself it fell a talk, and this is what it said. നോക്കാം. നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ എന്ത് കാണുന്നുണ്ടോ മക്കളെ? റൈമിങ് സീമൊക്കെ വളരെ വ്യക്തം അല്ലേ? എന്താണ്? സീഡ്ലിംഗ്, ടോക്കിംഗ്, ബേർഡ്, സെഡ്, അല്ലെ? എ ബി പാറ്റേൺ ഒക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഇതിലൊരു പേഴ്സണിഫിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്താ മക്കളെ പേഴ്സണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോം ഫുൾ അതാണ് കേട്ടോ. എന്താണ്? ഓക്കെ, നമുക്കുള്ള കഴിവുകൾ, മനുഷ്യർക്കുള്ള പെക്യുലാരിറ്റീസ്, നമ്മുടെ കഴിവുകളും കാര്യങ്ങളും അല്ലെ? ചിരിക്കുക, ഓടുക, കരയുക, ഇതൊക്കെ നമ്മുടെ കാര്യങ്ങളല്ലേ മക്കളെ? ഇത് മറ്റൊരു വസ്തുവിന്, നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു വസ്തുവിന്, അല്ലെ? മരങ്ങൾക്കോ പക്ഷികൾക്കോ ആർക്കും ആവട്ടെ, നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു വസ്തുക്കൾക്ക് നമ്മുടെ മനുഷ്യർക്കുള്ള ക്യാരക്ടേഴ്സ് കൊടുക്കുക, അല്ലെ? മരങ്ങൾ ചിരിക്കുന്നു, മരങ്ങൾ പാടുന്നു, മരങ്ങൾ കരയുന്നു, ഇതൊക്കെ മരങ്ങൾ ചെയ്യില്ല, അതൊക്കെ മനുഷ്യരുടെ കാര്യങ്ങളാണ്, നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്, അല്ലെ? ഇങ്ങനെയുള്ള ഒരു യൂസ് ഉണ്ട്. അതിനാണ് പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ റീഡിങ്ങിന് അങ്ങനെയുള്ള ഒരു പേഴ്സണിഫിക്കേഷൻ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു മനുഷ്യനെ പോലെയാണ് ഇവിടെ റീഡിങ്ങിന് മനുഷ്യന്റെ കാര്യങ്ങൾ ഒരു ചെറിയ പൊട്ടിമുളച്ച് വരുന്ന ഒരു തൈന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പേഴ്സണിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. As a quiet little seedling. Quiet means എന്താ? ഒരു ശാന്തമായിട്ടുള്ള, ഒരു ശാന്തനായിട്ടുള്ള ഒരു ചെറിയ സീഡ്ലിംഗ് മീൻസ് എന്താണ്? ഒരു വിത്ത് ഇങ്ങനെ മുള പൊട്ടി ഇങ്ങനെ വരില്ലേ മക്കള്? ചെറിയ തൈയായിട്ട് ഇങ്ങനെ മുള പൊട്ടി വരില്ലേ? അതിനാണ് സീഡ്ലിംഗ് എന്ന് പറയുന്നത്. ഒരു ചെറിയ ലിറ്റിൽ ശാന്തമായിട്ടുള്ള സ്ലീഡിങ് ആയിട്ടുള്ള ഞാൻ ലേ വിത്ത് ഇറ്റ്സ് ഡാർക്സം ബെഡ് എന്ന് പറഞ്ഞ എന്താ? ഇരുണ്ട് നിറഞ്ഞു നിൽക്കുന്ന, അല്ലെ? ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന എന്റെ ബെഡ്, എന്റെ കട്ടില്. എന്റെ ബെഡ് എന്ന് പറഞ്ഞ എന്താ? മണ്ണാണ്, അല്ലെ? ഒരു തൈന്റെ ബെഡ് പറഞ്ഞാൽ എന്താ? ഒരു തൈ കുഴിച്ചിട്ട് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ അതിന്റെ ആ മണ്ണ്, അല്ലെ? അവിടെ എന്താ? വെളിച്ചമുണ്ടില്ല, അല്ലെ? അപ്പൊ ആ ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ബെഡില് വളരെ ശാന്തമായിട്ട് കിടക്കുന്ന ഒരു ചെറിയ സ്ലീഡിങ് ആയിരുന്നു ഞാൻ എന്നാണ് പറയുന്നത്. ആൻഡ് ടു ഇറ്റ്സെൽഫ് ടു ഫെൽ എ ടോക്കിംഗ്, അല്ലെ? അത് അവിടെ എന്ത് ചെയ്യുന്നു? അത് അതിനോട് തന്നെ സ്വയം സംസാരിക്കാൻ തുടങ്ങുകയായിരുന്നു. ആൻഡ് ദിസ് ഈസ് വാട്ട് ഇറ്റ് സെഡ്. എവിടെ ടോക്കിംഗ്? സംസാരിക്കുക. വിത്തിനോട് തൈനോടൊക്കെ സംസാരിക്കില്ല, അല്ലെ? പക്ഷെ അതാണ് പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ അതെന്ത് ചെയ്യാണ്? അത് അതിനോട് തന്നെ സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്ത് തുടങ്ങുകയാണ്. ആൻഡ് ദിസ് ഈസ് വാട്ട് ഇറ്റ് സെഡ്. അതെന്താണ് പറയുന്നത്? ഇതാണ് അത് പറയുന്നത്. എന്താണ്? നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഐ എം നോട്ട് സോ വെരി റോബസ്റ്റ്. എന്താണ്? ഞാൻ അത്രമാത്രം ശക്തനല്ല. റോബസ്റ്റ് മീൻസ് ശക്തൻ, സ്ട്രോങ്, അല്ലെ? ഞാൻ അത്രമാത്രം ഒന്നും എന്തല്ല, ശക്തനല്ല. ഓക്കെ, ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. പക്ഷെ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യും. ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ എൻ്റെ ബെസ്റ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ. And the seedling from that moment, its spark of life began. Seedling from that moment, അത് പറഞ്ഞ ആ മൊമെന്റ് ഉണ്ടല്ലോ, ഞാൻ വലിയ ശക്തനൊന്നല്ല, പക്ഷേ എനിക്ക് കഴിയുന്ന കാര്യം ഞാൻ ചെയ്യുമെന്ന് തീരുമാനമെടുത്ത ആ ഒരു മൊമെന്റ് മുതൽ ഇറ്റ് വർക്ക്സ് ഓഫ് ലൈഫ് ബിഗിൻ. അതിന്റെ ജീവിതം അതെന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വർക്ക്, അതിന്റെ ലൈഫിന് വേണ്ടിയിട്ടുള്ള ആ ലൈഫ് ജേണി അത് അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ്സ് എ വർക്ക് ഓഫ് ലൈഫ് എന്ന ആ ജേണിയാണ് കേട്ടോ. അത് മുന്നോട്ട് പോകാനുള്ള ജീവിതത്തിന് മുന്നോട്ട് പോകാനുള്ള യാത്ര, അല്ലെ? അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആ വർക്ക്, ഹാർഡ് വർക്ക്, ആ ജേണി അതെന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. ഏത് മൊമെന്റിലാ മക്കളെ? ഇതൊക്കെ കണക്റ്റിംഗ് ആട്ടോ. ഒരു ബട്ട് ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ തുടക്കം മുതൽ ഇങ്ങനെ ഒന്നിച്ച് കണക്ട് ചെയ്ത് വന്നാലുള്ള അതിന്റെ മീനിങ് കംപ്ലീറ്റ് എൻജായ്മെന്റ് എന്ന് പറയും കേട്ടോ. അപ്പൊ അത് ആ ഒരു പോയറ്റിക് ഡിവൈസും കൂടി ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. മീനിങ് കിട്ടണമെങ്കിൽ അടുത്ത വരിയിലോട്ട് ഇങ്ങനെ വരണം. ഓക്കെ, അപ്പൊ എന്താണ്? ഞാൻ വലിയ ശക്തനല്ല, പക്ഷെ എനിക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ ബെസ്റ്റ് ഞാൻ ചെയ്യുമെന്ന് തീരുമാനമെടുത്ത ആ ഒരു മൊമെന്റ് മുതൽ അത് അതിന്റെ ലൈഫ് എന്ത് ചെയ്യാണ്? സ്റ്റാർട്ട് ചെയ്യാണ്. ഇങ്ങനെയാണ് നമ്മള്, അല്ലേ? ഇങ്ങനെ മടിച്ച് എന്നെ കൊണ്ട് ഇത് കഴിയും,
ഇതൊക്കെ പാടി എന്തോരം പഠിക്കാനാണ്. ഇത് കഴിയും. നിങ്ങളുടെ മുമ്പിൽ ഒരു 10-25 പേജുള്ള ഒരു വർക്ക് കിടക്കാണ്. അപ്പൊ ഇത് വായിച്ച തീരും, ഇതിനെ കൊണ്ട് അത് കഴിഞ്ഞ് എപ്പോൾ തീരും, ഇത് സ്റ്റാർട്ട് ചെയ്ത തീരില്ല മുഴുവൻ. അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ആ സമയത്ത് നിങ്ങൾ എടുക്കുകയാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും. മേ ബി എന്നെ കൊണ്ട് ഫുള്ള് കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാനത് വായിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഫസ്റ്റ് പേജ് എടുത്ത് വായിക്കാൻ നിങ്ങൾ എടുക്കുന്ന ആ തീരുമാനമുണ്ടല്ലോ, അവിടെ മുതൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യും. അവിടെ മുതൽ നിങ്ങൾ അത് പഠിച്ചു തുടങ്ങും അല്ലേ? അതുപോലെ തന്നെയാണ്. അത്ര വലിയ ശക്തനൊന്നല്ല ഞാനെന്ന് തിരിച്ചറിവിലോട് കൂടി അതിൽ നിന്നും ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുമെന്നുള്ള ആ മൊമെന്റ് മുതൽ അതിന്റെ ലൈഫ് വർക്ക് ഓഫ് ലൈഫ് എന്ത് ചെയ്യാണ്, ബിഗിൻ ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ് അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ദ ഡേ അല്ലേ? അത് ആ ഒരു തീരുമാനമെടുത്ത ആ മൊമെന്റിൽ അതെന്ത് ചെയ്യാണ്, ആ തീരുമാനത്തോട് കൂടിയിട്ട് അതിന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോ അതതിന്റെ ഫസ്റ്റ് ലീഫ്ലെറ്റ്, ഫസ്റ്റ് ഒരു ചെറിയ ഇല അല്ലെ, ഇങ്ങനെ ഒരു വിത്താണെന്ന് വിചാരിക്കട്ടെ മക്കളെ, ഇതിങ്ങനെ പൊട്ടിമുളച്ച് അതിന്റെ ഫസ്റ്റ് ഒരു ലീഫ് അതെന്ത് ചെയ്യാണ്, ആ പുറത്തോട്ട് എടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ലീഫ്, ഫസ്റ്റ് ഒരു ചെറിയ ഇല എന്ത് ചെയ്യാണ്, അത് പുഷ്ഡ് ലിറ്റിൽ ലീഫ്ലെറ്റ്, ഒരു ചെറിയ ഇല അതെന്ത് ചെയ്യാണ്, പുഷ് ചെയ്ത് പുറത്തോട്ട്. എങ്ങോട്ടാണ്? അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ദ ഡേ അല്ലേ? ആ ഡേയുടെ ആ ഒരു പ്രകാശത്തിലോട്ട്, ആ വെളിച്ചത്തിലോട്ട് ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആ പുറത്തോട്ട്, ആ വെളിച്ചത്തിലോട്ടാണ് അത് തള്ളിക്കൊടുത്ത് വിട്ടിട്ടുള്ളത്. ആ ഡേ എന്ന് പറഞ്ഞ പകൽ, ആ വെളിച്ചത്തിലേക്ക്, ആ പ്രകാശത്തിന്റെ ആ ഒരു ദിവസത്തിലോട്ട് അത് അതിന്റെ ഇലയെ ഉയർത്തി വിട്ടുകയാണ്. ഓക്കെ, എന്തിനാണ് അത് ഉയർത്തിവിട്ടത്? ടു എക്സാമിൻ ദ സറൗണ്ടിങ്സ്, അതിന്റെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അത് അതിന്റെ ലീഫ്ലെറ്റിനെ വിട്ടിട്ടുള്ളത്. ആൻഡ് ഷോ ദ റെസ്റ്റ് ദ വേ. റെസ്റ്റ് പറഞ്ഞാൽ എന്താ? ഇനി വരാൻ പോകുന്ന വഴി, ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ, ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടെ അറിയാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് കൂടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇനി അതിന്റെ പിന്നിൽ വരാൻ പോകുന്ന ആളുകളുണ്ട് അല്ലെ, അടുത്ത ഇല, തണ്ട്, ഇതിനൊക്കെ വഴികൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് അത് പുറത്തോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതിനി പുറത്തോട്ട് വരികയാണ്, പുറത്തു വന്ന് നിരീക്ഷിക്കുകയാണ് എന്താണ് അവിടുത്തെ ചുറ്റുപാട്, കാലാവസ്ഥ അല്ലെ, അനുയോജ്യമായിട്ടുള്ള സാഹചര്യം വളർന്നു വരാനുണ്ടോ, ഇതൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി അതിന്റെ ഫസ്റ്റ് ലീഫ്ലെറ്റിനെ പുറത്തു വിടാണ്. ഈ ഫസ്റ്റ് ലീഫ്ലെറ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാ മക്കളെ? യെസ്, എന്താണ്? ഒരു ബുക്ക് വായിക്കാൻ നിങ്ങൾ എടുത്ത തീരുമാനം ഞാൻ പറഞ്ഞില്ലേ, ആ തീരുമാനം എടുത്ത് നിങ്ങൾ ആ ഫസ്റ്റിൽ ഒരു ഇൻട്രൊഡക്ഷൻ അങ്ങ് വായിക്കുകയാണ്. ആ ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, അതിന്റെ തീമിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും അല്ലെ? അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ലീഫ്ലെറ്റ്. അവിടെ മുതൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് അത് വായിച്ച് നിങ്ങൾക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ അറിയാൻ ആകാംക്ഷ വരും അല്ലെ? അപ്പൊ നിങ്ങൾ അതിന്റെ അടുത്ത പേജ് വായിക്കും അല്ലെ, അടുത്തൊരു സ്റ്റെപ്പ് വെച്ച്. ഇനി നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്ക് ആവട്ടെ, ഇനി ഈ ഒരു പഠനമല്ലാത്ത രീതിയിലാണെങ്കിൽ ഒരാൾ ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു തോട്ട്, എനിക്കത് ചെയ്യണം ഇങ്ങനെ ചിന്തിച്ച് അപ്പൊ അത് അവസാനം എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പ്ലാൻ തയ്യാറാക്കാണ് അല്ലെ? ആ പ്ലാൻ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ? അദ്ദേഹം ഒരു പ്ലാൻ തയ്യാറാക്കാണ്. ആ പ്ലാൻ കൊണ്ട് അദ്ദേഹം മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ ചെല്ലുകയാണ് അല്ലെ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ മുമ്പിൽ ചെയ്യുക, അത് അടുത്ത സ്റ്റെപ്പാണ് അല്ലെ? അങ്ങനെ ഓരോ കാലടികൾ വെക്കുമ്പോഴാണ്, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതിനൊരു ഐഡിയ കിട്ടും, ഇത്രത്തോളം ചെയ്യാൻ പറ്റും, ഇവിടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സക്സസ് ആവും, ഇങ്ങനെ നമ്മുടെ ചെയ്യണം. അതുപോലെ തന്നെ ഇത് അതിന്റെ ഫസ്റ്റ് ലീഫ്ലെറ്റ് ആ ലൈറ്റ് ഓഫ് ദ ഡേയിലോട്ട് വിട്ടിട്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിച്ചിട്ട് ബാക്കി വരാൻ പോകുന്നതിന് ഒരു വഴി കാട്ടാൻ വേണ്ടിയിട്ട് പുറത്ത് വിട്ടിരിക്കുകയാണ്. ദ ലീഫ്ലെറ്റ് ലൈക്ക് ദ പ്രോസ്പെക്ട്. ലീഫ്ലെറ്റിന് എന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ടു. ലീഫ്ലെറ്റിന് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് ചെയ്തു. അതൊക്കെ ആളുകളുടെ കാര്യങ്ങളാണ് അല്ലേ, നമ്മുടെ ഒരു ക്വാളിറ്റിയാണ് അതൊക്കെ. അപ്പൊ അതൊക്കെയാണ് പേഴ്സണിഫിക്കേഷൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ദ ലീഫ്ലെറ്റ് ലൈക്ക് ദ പ്രോസ്പെക്ട് സോ ഇറ്റ്സ് കോൾഡ് ഇറ്റ്സ് ബ്രദർ സ്റ്റെം അല്ലെ? ലീഫ്ലെറ്റിന് എന്ത് ചെയ്തു മക്കളെ? അങ്ങ് ഇഷ്ടപ്പെട്ടു. ദ പ്രോസ്പെക്ട്, ആ പ്രതീക്ഷ. എന്ത് പ്രതീക്ഷ? നല്ല പ്രകാശമുണ്ട് അല്ലെ, വെള്ളം കിട്ടുന്നുണ്ട് അല്ലെ, വെള്ളം നമ്മുടെ അത് നോക്കുന്ന വ്യക്തികൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ എന്താണ്? നല്ല മണ്ണാണ്, നല്ല പ്രകാശമുണ്ട്, ചുറ്റും നല്ല വെളിച്ചമുണ്ട്, നല്ല പ്രതീക്ഷ, ഇനി ഇത് എനിക്ക് പൊട്ടിമുളച്ച് വരാനുള്ള സാഹചര്യം, ഇനി വളർന്ന് പന്തലിക്കാൻ എനിക്ക് പറ്റിയ ഒരു സറൗണ്ടിങ്സ് ആണ് എന്നുള്ള ആ ഒരു പ്രതീക്ഷ, ആ ഒരു പ്രോസ്പെക്ട് എന്ത് ചെയ്തു? ലീഫ്ലെറ്റിന് ഇഷ്ടപ്പെട്ടു. സോ ആയതിനാൽ ഇറ്റ് കോൾഡ്, അത് ആരെ വിളിച്ചു? ഇറ്റ്സ് ബ്രദർ, അതിന്റെ ബ്രദറിനെ വിളിച്ചു. കോൾഡ് നോക്ക് മക്കളെ, പേഴ്സണിഫിക്കേഷൻ ആട്ടോ. അത് അതിന്റെ ബ്രദറിനെ വിളിച്ചു. ബ്രദർ ആര്? സ്റ്റെം അല്ലെ? ഒരു ഇല വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഇല വന്നു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് ബേക്കിലായിട്ട് അടുത്ത് ചെറിയൊരു സ്റ്റെം വരും അല്ലേ? അപ്പൊ അതെന്ത് ചെയ്തു? അതിന്റെ സ്റ്റെമ്മിനെ വിളിച്ചു. ദെൻ ടു അതർ ലീഫ്ലെറ്റ് ഹേർഡ് ഇറ്റ്, അതിന്റെ തൊട്ട് ബേക്കിലായിട്ട് 2 ഇലകൾ കൂടെ അത് കേട്ടു അല്ലെ? 2 ഇലകൾ കൂടെ അത് കേട്ടു. ആൻഡ് ക്വിക്ക്ലി ഫോളോ ദം, പെട്ടെന്ന് തന്നെ അതിന്റെ പിന്നിലായിട്ട് അവരും അവരെ ഫോളോ ചെയ്ത് വന്നു. അപ്പൊ ഒരു ഇല, ആദ്യം ഒരു
ലീഫ്ലെറ്റ് വിട്ടു, അതിന്റെ സ്റ്റെമ്മിനെ വിളിച്ചു, അതിന് തൊട്ട് ബേക്കിൽ 2 ലീഫ്ലെറ്റും കൂടെ കണ്ടു. പെട്ടെന്ന് അവര് എന്ത് ചെയ്തു, ഈ സ്റ്റെമ്മിനെ ഫോളോ ചെയ്ത് അവരും പുറത്തോട്ട് വന്നു. ക്ലിയർ? To be sure, the Hast and Harry with the sleeping sweat and pant. എന്താണ് മക്കളെ? ഓക്കെ, ഉറപ്പാണ്. എന്ത് ഉറപ്പാണ് മക്കളെ? ഹാസ്റ്റ് ആൻഡ് ഹാരി. എന്താ ഹാസ്റ്റ് ആൻഡ് ഹാരി എന്ന് പറഞ്ഞാല്? സ്പീഡിലുള്ള വളർച്ച, ദ്രുതഗതിയിലുള്ള ഹറിയപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഓടിക്കതച്ചിട്ടുള്ള വളർച്ച. മീൻസ് സ്റ്റെമ്മ് വരുന്നു, തൊട്ട് ബേക്കിൽ ലീഫ്ലെറ്റ് വരുന്നു, അതുപോലെ സ്റ്റെമ്മ് വളരുന്നു, ആ ഒരു ദ്രുതഗതിയിലുള്ള ഹാസ്റ്റ് ആൻഡ് ഹറി എന്ന് പറഞ്ഞ അതാണ്. എന്താണ്? സ്പീഡിലുള്ള വളർച്ച അല്ലെ? ഹാസ്റ്റ് ധൃതി എന്നാണ്. ഹാസ്റ്റ് മീൻസ് ധൃതി, ഹറി മീൻസും ധൃതി, സ്പീഡ് എന്നൊരർത്ഥത്തിൽ കേട്ടോ. അപ്പൊ ആ സ്പീഡിലും ധൃതിയിലുമുള്ള ആ ഒരു വളർച്ച മെയ്ഡ് ദ സ്ലൈഡിങ് സ്വെറ്റ് ആൻഡ് പ്ലാൻ. നമ്മുടെ സ്ലൈഡിങ്ങിനെ എന്താക്കി മാറ്റുന്നുണ്ട്? സ്വെറ്റ് ആൻഡ് പാന്റ്, വിയർപ്പിക്കുന്നത്. സ്വെറ്റ് മീൻസ് വിയർക്കുക, പാന്റ് മീൻസ് കിതക്കുക. ആ ദ്രുതഗതിയിലുള്ള ആ വളർച്ച നമ്മുടെ സ്ലൈഡിങ് തളരുന്നുണ്ട്, വിയർക്കുന്നുണ്ട്, ക്ഷീണിക്കുന്നുണ്ട്, കിതക്കുന്നുണ്ട്. ബട്ട് ഓൾമോസ്റ്റ് ബിഫോർ ഇറ്റ് ന്യൂ ഇറ്റ്. പക്ഷേ അത് അറിയുന്നതിന് മുമ്പ്, ഈ ഓൾമോസ്റ്റ് ഇറ്റ് ന്യൂ ഇറ്റ്, അത് അറിയുന്നതിന് മുമ്പ്, ആ കിതപ്പും ക്ഷീണവും വിയർപ്പൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാൻ. എന്തായി മാറിയിട്ടുണ്ടായിരുന്നു? ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാന്റ്. അതൊരു പ്ലാന്റ് ആയിട്ട്, അതൊരു തൈയായിട്ട്, അതൊരു മരമായി മാറിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്? അത് കിതപ്പും ആ ഒരു സ്വെറ്റും ബുദ്ധിമുട്ടും അതിന്റെ റിസ്കൊക്കെ അറിഞ്ഞ് അത് പെട്ടെന്ന് ദ്രുതഗതിയിൽ വളരുന്നുണ്ട്. പക്ഷെ ആ വിയർപ്പും പാൻറ്റിങ്ങും കിതപ്പും എല്ലാം അറിയുന്നതിന് മുമ്പ് തന്നെ അത് എന്തായി മാറിയിട്ടുണ്ടായിരുന്നു? ഒരു പ്ലാന്റ് ആയി മാറി. ഇതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യരും അല്ലെ മക്കളെ? നിങ്ങൾ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെ ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും അത് നിങ്ങളത് ഫീൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? നിങ്ങളും വളർന്നിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ഹാർഡ് വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ആ ഫാസ്റ്റ് ആൻഡ് ഹറി ആയിട്ടുള്ള വളർച്ചയും അധ്വാനം ഹാർഡ് വർക്കൊക്കെ ചെയ്ത് സീഡ്ലിംഗ് മുന്നോട്ട് പോയപ്പോൾ ആ സീഡ്ലിംഗ് ആ ഒരു ബുദ്ധിമുട്ടും വേദനയും അറിയുന്നതിന് മുമ്പ് തന്നെ സീഡ്ലിംഗ് എന്തായി മാറി മക്കളെ? പെർഫെക്റ്റ് പ്ലാന്റ് ആയിട്ട് മാറിയിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, the sunshine poured upon it, the clouds they gave a shower, the little plant kept growing till it found itself a flower. എന്താണ്? ആരൊക്കെ സഹായത്തിന് വന്നിട്ടുണ്ട്? the sunshine poured upon it. സൂര്യപ്രകാശം, സൂര്യകിരണങ്ങൾ അതിന്റെ മുകളിലോട്ട് ചൊരിഞ്ഞു. സൂര്യപ്രകാശം കൊടുത്തു എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ സൂര്യകിരണങ്ങൾ അതിന്റെ മുകളിലോട്ട് പോർഡ് ചെയ്തു, ചൊരിഞ്ഞു കൊടുത്തു, ഒഴുക്കി കൊടുത്തു. ആൻഡ് ദ ക്ലൗഡ് ദേ ഗേവ് എ ഷവർ. അല്ലെ? മേഘങ്ങൾ ഒരു മഴ അതിന്റെ മുകളിലോട്ട് അതിന് നൽകി. ദ ലിറ്റിൽ പ്ലാന്റ് കെപ്റ്റ് ഗ്രോയിങ്. ആ ചെറിയ തൈ എന്ത് ചെയ്യാണ്? വളർന്നുകൊണ്ടേ വരികയാണ്. ഗ്രോയിങ്, വളർന്നുകൊണ്ട് വരികയാണ്. ഗ്രോയിങ് മീൻസ് വളരുക തന്നെയാണ്. till ഏതുവരെ? ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ ഫ്ലവർ. അതിലൊരു നല്ല മനോഹരമായിട്ടുള്ള ഒരു പൂ വിടരുന്നത് വരെ അതെന്ത് ചെയ്യാണ്? വളർന്നു വന്നുകൊണ്ടേയിരുന്നു. അതിന്റെ ഹാർഡ് വർക്കും അതേപോലെ തന്നെ മഴയുടെയും സൂര്യന്റെയൊക്കെ സപ്പോർട്ടും ഒക്കെ കൊണ്ടത് വളർന്ന് ഒരു വലിയ പ്ലാന്റ് ആയി അതിലൊരു പുഷ്പം അല്ലെ, ഒരു പൂവ് അതിൽ വന്നു. ഓക്കെ, ലിറ്റിൽ ഫ്രോഗ്സ്. ഇനി നമ്മളോട് പറയാണ് ഇപ്പൊ എന്തായി? സ്ലൈഡിങ്ങിന്റെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് എന്താണ്? ഒരു ഫ്ലവറിലെ ഒരു ചെടിയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതിന് പൂവിടുന്ന തന്നെയാണല്ലോ അല്ലെ? സോ ലിറ്റിൽ ഫ്രോഗ്സ്, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ അല്ലെ, നമ്മളോട് പറയാണ് കേട്ടോ ഓദർ. ലിറ്റിൽ ഫ്രോഗ്സ്, എന്റെ ചെറിയ കുട്ടികളെ, മൈ ഡിയർ ചിൽഡ്രൻസ്, ബി ലൈക്ക് ദ സ്ലൈഡിങ്. നിങ്ങളും ഒരു സ്ലൈഡിങ്ങിനെ പോലെ ആവും, ഈ ഒരു ചെറിയ തൈനെ പോലെ ആവും. ഓൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ ബെസ്റ്റ് നിങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത് കേട്ടോ. എവറി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ ജസ്റ്റ് ആസ് വെൽ ആസ് എവരി മാൻ. അല്ലെ? ഓരോ കുട്ടിയും അവരുടെ ലൈഫ്സ് ലേബർ, ജീവിതത്തിന്റെ ആ ഒരു ജോലി മീൻസ് എന്താണ്? ഹാർഡ് വർക്ക് ചെയ്യുക, ജോലി വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്ന, അധ്വാനിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു ഹാർഡ് വർക്ക് ഉണ്ടല്ലോ, ഓരോ കുട്ടിയും അത് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, അത് അനുഭവിക്കണം, അത് നിങ്ങൾ ചെയ്യണം. ആൻഡ് ജസ്റ്റ് ആസ് വെൽ ആസ് എവരി മാൻ. ഓരോ വലിയ മനുഷ്യരും ചെയ്യുന്ന, ഓരോ വ്യക്തിയും ചെയ്യുന്ന പോലെ നിങ്ങളും കുട്ടികളായ നിങ്ങളും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും ഹാർഡ് വർക്ക് ചെയ്ത് റിസൾട്ട് ചെയ്ത് അത് ആസ്വദിച്ച് ചെയ്ത് അത് നിങ്ങളും അതുപോലെ ചെയ്യണം എന്നാണ് പറയുന്നത്. എങ്ങനെ? ഒരു സ്ലൈഡിങ്ങിനെ പോലെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ ബെസ്റ്റ് നിങ്ങളും ചെയ്യണം.
The sun and the showers will help you through the longsome struggling hours. അല്ലേ? ഒറ്റപ്പെട്ടിട്ടുള്ള ഒറ്റപ്പെട്ടിട്ടുള്ള ആ സമയങ്ങളിൽ, സ്ട്രഗ്ലിംഗ് hours, ബുദ്ധിമുട്ടേറിയ മണിക്കൂറുകളിൽ നിങ്ങളെ ആര് ഹെൽപ്പ് ചെയ്യും? ത്രൂ ദ സൺ ആൻഡ് ഷവർ വിൽ ഹെൽപ്പ് യു. നിങ്ങളെ സണ്ണും ഷവറും മഴയും എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ടിൽ യു റൈസ് ടു ലൈറ്റ് ആൻഡ് ബ്യൂട്ടി. എവിടെ വരെ, എപ്പോ വരെ? ടു റൈസ് ടു ദ ലൈറ്റ് ആൻഡ് ബ്യൂട്ടി, വെർച്യു ഫെയർ അൺഫാഡിങ് ഫ്ലവേഴ്സ്. അല്ലെ? എന്താണ് അൺഫാഡിങ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞതാ? വാടാത്ത പുഷ്പങ്ങളെ പോലെ, വെർച്യൂസ് ഫെയർ, മൂല്യമുള്ള വ്യക്തികളായി മാറുന്ന പോലെ, നിറഞ്ഞ മൂല്യങ്ങൾ നിറഞ്ഞ, സൽഗുണങ്ങൾ നിറഞ്ഞ, മനോഹരമായിട്ടുള്ള, ലൈറ്റ് ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഉയർച്ച വരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ കൂടെ നിങ്ങളെ സ്ട്രഗിളിങ്ങിനും ലോങ്സങ്ങളിലും എല്ലാം സണ്ണും ഷവറും എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അല്ലേ? നിങ്ങൾ തുടങ്ങി കൊടുത്താൽ മതി. ബാക്കി നിങ്ങളുടെ കൂടെ നിങ്ങളൊന്ന് വളർന്ന് നിങ്ങൾ 2, 3, 4, 5 സ്റ്റെപ്പ് എടുത്ത് ചുറ്റുപാടുള്ളവരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യുക? ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നാണ് പറയുന്നത്. ക്ലിയർ? ഒരു അൺഫാഡിങ് ഫ്ലവർ പോലെ, എന്താണ്? ഒരു വാടാത്ത പുഷ്പം പോലെ. വെറുതെ ആണോ? വെർച്യൂസ് ഫെയർ, അല്ലെ? ഗുണങ്ങളുള്ള മക്കളായിട്ടാണ് നമ്മൾ വളരേണ്ടത്, അല്ലെ മക്കളെ? അല്ലാതെ വെറുതെ ഒരു റിസൾട്ട്, വളരെ എന്തെങ്കിലും ഒന്ന് അല്ല ഉദ്ദേശിച്ചത്. വളരെ മൂല്യങ്ങൾ നിറഞ്ഞ, വളരെ നല്ല മക്കളായിട്ട്, അല്ലെ? അങ്ങനെയുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വളരെ ബ്യൂട്ടി ആയിട്ട്, ലൈറ്റ് ആയിട്ട് നിങ്ങൾ റൈസപ്പ് ചെയ്ത് ഉയർന്നു വരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ അതിന് സണ്ണും ഷവേഴ്സും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുക കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഇത് കമ്പയർ ചെയ്യണം. പൂർണ്ണമായിട്ടും ഒരു ചെറിയ സ്ലൈഡിങ് എന്ത് ചെയ്തു? അതവിടെ കിടക്കുകയായിരുന്നു. വലിയ ശക്തനൊന്നല്ലായിരുന്നു. എന്നെ കൊണ്ട് കയ്യിലാന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്നിരുന്നെങ്കിൽ മുളച്ചു വരുന്ന ഇത്രയും വലിയ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റും ഫ്ലവറും കിട്ടുന്ന രീതിയിലോട്ട് അതിന് വരാൻ കഴിയില്ല. അതെന്ത് ചെയ്തു? അതൊരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ എടുത്തു. എന്നെ കൊണ്ട് ചെയ്യാൻ, സ്ട്രോങ് അല്ല, റോബസ്റ്റ് അല്ല, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും, എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ചെയ്യുമെന്ന് തീരുമാനമെടുത്ത് അത് അതിന്റെ ആദ്യം ലിസ്റ്റ്ലെറ്റ് പുറത്തു വിട്ടു. സ്റ്റെമ്മ് വന്നു, അടുത്തത് വന്നു, ഹാർഡ് വർക്ക് ചെയ്തു. അതിന്റെ കൂടെ, ഹാർഡ് വർക്കിന്റെ കൂടെ പുറത്തുനിന്നുള്ള സപ്പോർട്ടായിട്ട് സൺഷൈനും അതുപോലെ മഴയൊക്കെ വർഷിച്ചു. അതെല്ലാം അത് യൂട്ടിലൈസ് ചെയ്ത് അത് വീണ്ടും അത് ഹാർഡ് വർക്ക് ചെയ്ത് വളർന്ന് പന്തലിച്ച് അതിന് റിസൾട്ട് ആയിട്ട് അതിനൊരു പുഷ്പം വിടർന്നു. അല്ലേ? ഇനി നിങ്ങളുടെ കേസിലോട്ട്, മനുഷ്യരുടെ കേസിലോട്ട് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് മക്കളെ. നോക്കി നിന്നിട്ട് കാര്യമില്ല. നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ കഴിയും. നിങ്ങൾ ഒരുപാട് കഴിവ്, ഭയങ്കരമായിട്ട് പഠിക്കാൻ കൊണ്ട് കഴിയുന്ന, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് ചിന്തിക്കണം. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പഠിക്കും. ഓക്കെ? മേ ബി എനിക്ക് അത്ര ഹൈലി കഴിയുന്നുണ്ടാവില്ല, പക്ഷെ എൻ്റെ മാക്സിമം ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾ ആ തീരുമാനമെടുത്ത് നിങ്ങൾ ഒരു കാലടി മുന്നോട്ട് വെച്ച് അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ നിമിഷം ഉണ്ടല്ലോ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് നോക്കേണ്ട. നിങ്ങൾ ഓരോ സ്റ്റെപ്പ് പഠിച്ചുകൊണ്ടിരിക്കും. അതിനുള്ള നിങ്ങളുടെ ടീച്ചേഴ്സും പാരൻസും റെഫറൻസ് ബുക്സും ഒക്കെ നിങ്ങളെ സപ്പോർട്ടായിട്ട് വരും. നിങ്ങൾ അതിൽ വലിയ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ കേസിൽ ഇനി എന്തെങ്കിലും ഒരു ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉള്ള ഒരു ഓൺട്രപ്രണേഴ്സ് ആ ഒരു രീതിയിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഐഡിയാസ് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കൊണ്ടുവരിക. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. നമുക്ക് ഫിസിക്കലി ഉണ്ടാവും, സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മളൊരു കാലടി, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുത്തു വെക്കുക, 2ാമത്തെ സ്റ്റെപ്പും 3ാമത്തെ സ്റ്റെപ്പും അങ്ങനെ നമ്മൾ ഓരോന്ന് എടുത്തു വെക്കുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഹാർഡ് വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് സപ്പോർട്ടും ഉണ്ടാവും, നമ്മൾ നല്ലൊരു പൊസിഷനിലെത്തും. ക്ലിയർ? അപ്പൊ അതാണ് ഈ ഒരു കമ്പാരിസൺ ആയിട്ട് വരുന്നത്. ക്ലിയർ? സോ ഇതിലെ വേർഡ് നോക്കാം. ഇതിലെ കുറച്ച് വേർഡുകളൊക്കെ നമുക്ക് നോക്കാം. സീഡ്ലിംഗ്, എ യങ് പ്ലാന്റ് എക്സ്പെഷ്യലി ഔട്ട്ഗ്രോൺ വൺ സീഡ്, അല്ലെ? ഫ്രം ഒരു ചെറിയ സീഡിൽ നിന്നും വളർന്നു വരുന്ന ഒരു ചെറിയ തായ്. ദെൻ ഡാർക്സ് മീൻസ് ഡാർക്ക് ആൻഡ് ഇരുണ്ട എന്ന അർത്ഥത്തിൽ. റോബസ്റ്റ് മീൻസ് സ്ട്രോങ് ആൻഡ് ഹെൽത്തി, അല്ലെ? റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആണ്, ആ ഒരു ശക്തൻ. ലീഫ്ലെറ്റ് മീൻസ് എന്താണ്? ചെറിയ ഇല, എ സ്മോൾ യങ് ലീഫ്. ദെൻ സറൗണ്ടിങ്, തിങ് ഓർ എൻവയോൺമെന്റൽ അറൌണ്ട് സംതിങ്, അല്ലെ? ചുറ്റുപാട്. പ്രോസ്പെക്ട് മീൻസ് എന്താ? ഹോപ്പ്, എ വ്യൂ ഓഫ് ദ ഔട്ട്ലുക്ക് വാട്ട് ക്യാൻ ബി സീൻ. എന്താണ്? പ്രതീക്ഷ എന്ന് പറയുന്നത്. ഓർ എക്സ്പെക്ട് മീൻസ് പ്രതീക്ഷ. സ്റ്റെം മീൻസ് നിങ്ങൾക്കറിയാം, അല്ലെ? തണ്ട്. എ മെയിൻ സപ്പോർട്ട് ഓഫ് ദ പ്ലാന്റ്. ദെൻ സ്വെറ്റ് ആൻഡ് പ്ലാന്റ്, വർക്ക് ഹാർഡ് ബിക്കം ടയർഡ്, അല്ലെ? ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിതപ്പും വിയർപ്പും, ആരർത്ഥത്തിലാട്ടോ. ദെൻ പ്ലാന്റ്, എ ലിവിങ് ഓർഗാനിസം ദാറ്റ് ഗ്രോസ് ഓൺ ദ എർത്ത്, അല്ലെ? അറിയാം, അല്ലെ? പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? തൈ, അല്ലെ? ദെൻ സൺഷൈൻ, സൺലൈറ്റ് ആണ് കേട്ടോ. ഷവർ മീൻസ് എന്താണ്? മഴ. ദെൻ ഫ്ലവർ, ബ്ലൂംഡ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്.
ലിറ്റിൽ ഫ്ലോക്സ് ചിൽഡ്രൻസ് നമ്മുടെ കുട്ടികളെയാണ് കേട്ടോ വിളിക്കുന്നത്. ദെൻ ലേബർ മീൻസ് എന്താണ്? ഹാർഡ് വർക്ക് ചെയ്യുക അല്ലെ. ദെൻ വെർച്യു മോറൽ എക്സലൻസ് ഗുഡ്നെസ്, ഞാൻ പറഞ്ഞ പോലെ മൂല്യമുള്ള കുട്ടികൾ അല്ലെ, മൂല്യമുള്ള അറിവ്. Then unfading flowers, flowers that do not fade, symbol of lasting values അല്ലെ. ഒരിക്കലും വാടാത്ത പുഷ്പങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നല്ല വാല്യൂ ഉള്ള മൂല്യമുള്ള വ്യക്തികളായിട്ട് വളരുക എന്നൊരർത്ഥത്തിൽ. Then struggling hours, difficult and challenging time, അതാണ് struggling hours. Rise to light and beauty, grow and become good and beautiful എന്നൊരർത്ഥത്തിൽ കേട്ടോ. ഉയർന്ന് ഭംഗിയായിട്ട് മനോഹരമായിട്ട് ഉയർന്നു വരിക എന്നൊരർത്ഥത്തിൽ. ത്രൂ ദ ലോങ് സം, ഡ്യൂറിങ് ദ ലോങ്ലി ഹാർഡ് വർക്ക് ടൈം, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഹാർഡ് വർക്കിംഗ് ടൈം. നോക്കാം മക്കളെ, സിമ്പിൾ പോം അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള സമ്മറി ആട്ടോ. നോക്കാം സമ്മറി ഓഫ് ദ പോം ദ സേയിങ് ബൈ പോൾ ലോറൻസ് ടംബർ. The poem, the seeding, tells us the inspiring story of the small seed lying quietly in the dark soil. ഡാർക്ക് സോയിലിലെ ആ ഒരു ഇരുണ്ട മണ്ണില് വളരെ ക്വയറ്റായിട്ട് ലൈങ് കിടന്നിരുന്ന ഒരു ചെറിയ ഒരു വിത്തിന്റെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പ്രചോദനമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു സീഡ്ലിംഗ് എന്ന് പറയുന്ന പോം. Though it feels weak, it decided to do its best. അല്ലെ, അതെന്താണ്? വീക്ക് ആയിരുന്നിട്ട് പോലും അത് എന്ത് ചെയ്യാണ്? അതിന്റെ ബെസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു തീരുമാനമെടുക്കുകയാണ്. ഇറ്റ് സ്റ്റാർട്ട് ഗ്രോയിങ് ബൈ സെൻഡിങ് ഔട്ട് എ സ്മോൾ ലീഫ്ലെറ്റ് ഇൻ ടു ദ സൺലൈറ്റ്. അത് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ഗ്രോയിങ് അപ്പ് സെൻഡിങ് ഔട്ട്, അത് അതിന്റെ ഒരു ചെറിയ സ്മോൾ ലീഫ്ലെറ്റ് അതിന്റെ ഒരു സൺലൈറ്റിലോട്ട് പുറത്തോട്ട് വിട്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ദ ലീഫ്ലെറ്റ് എക്സ്പ്ലോർ ദ വേൾഡ് അബോവ് കോൾസ് ടു ദ അതർ പാർട്ട്. ആദ്യം ലീഫ്ലെറ്റ് പോയിട്ട് ആ വേൾഡ് ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാണ്. അതിനുശേഷം അതിന്റെ അടുത്ത പാർട്ടായിട്ടുള്ള സ്റ്റെമ്മിനെ വിളിക്കുകയാണ്. ആൻഡ് ദ സ്റ്റെം ആൻഡ് ദ മോർ ലീവ്സ് ടു ഫോളോ. സ്റ്റെമ്മും ബാക്കി 2-3 ലീഫ്ലെറ്റും കൂടെ അതിനെ ഫോളോ ചെയ്ത് വരികയാണ്. ഡിസ്പൈറ്റ് ദ സ്ട്രഗിൾ ആൻഡ് എഫേർട്ട്, ആ ഒരു സ്ട്രഗ്ലിങ്ങും അല്ലെ, ബുദ്ധിമുട്ടുകളും എഫേർട്ടും അധ്വാനവും ഒഴിവാക്കി കഴിഞ്ഞാൽ ദ സ്ലീഡിങ് കീപ്സ് ഗോയിങ് അല്ലെ. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സ്ലീഡിങ് എന്ത് ചെയ്യാണ്? കീപ് ഗ്രോയിങ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിത്ത് ഹെൽപ്പ് ഫ്രം സൺഷൈൻ ആൻഡ് ദ റെയിൻ. ആരുടെ ഹെൽപ്പോട് കൂടിയിട്ടൊക്കെയാണ്? സൺഷൈനും റെയിനും മഴയുടെയൊക്കെ സഹായത്തോടു കൂടി ഇറ്റ് ടേൺസ് ഇൻ ടു എ ഫുൾ ഗ്രോൺ പ്ലാന്റ് ആൻഡ് ഫൈനലി ബിക്കം ബ്യൂട്ടിഫുൾ. അതെന്തായി മാറുകയാണ്? വളരെ വലിയ ഒരു മരം പ്ലാന്റ് ആയിട്ട് മാറിയിട്ട് അതിന് എന്തായിട്ട് മാറുന്നുണ്ട്? ഫൈനലി ബിക്കം എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. അവസാനം അതിന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ഉണ്ടാവുന്നുണ്ട്. In the last stanza, the poet encouraged children to be like the seeding. ലാസ്റ്റ് stanzaയിൽ പോയിട്ട് എന്ത് പറയുന്നുണ്ട്? മക്കളെ നിങ്ങളും സ്ലീഡിങ്ങിനെ പോലെ ആവണം എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് എൻകറേജ് ചെയ്യുന്നുണ്ട് അല്ലെ. ആൻഡ് വർക്ക് ഹാർഡ്, സ്റ്റേ ഹോപ്പ്ഫുൾ ആൻഡ് ഗ്രോ ഇൻ ടു ഗുഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീങ്സ് വിത്ത് എ സ്ട്രോങ് വാല്യൂസ്. എങ്ങനെയാണ്? വെറുതെ ഒരു ഹ്യൂമൻ ബീങ്സ് ആയിട്ട് വളർന്നിട്ട് കാര്യമുണ്ടല്ല, നല്ല മൂല്യമുള്ള നല്ല മക്കളായിട്ട് വളരണം അല്ലെ. നിങ്ങൾ വർക്ക് ഹാർഡ് ചെയ്യണം, പ്രതീക്ഷ നിങ്ങൾ കൈവിടയാതെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകണം. ഗ്രോ ഇൻ ടു ദ good and beautiful human beings with a strong values. നല്ല മൂല്യമുള്ള നല്ല മൂല്യാധിഷ്ഠിതമുള്ള മക്കളായിട്ട് നിങ്ങൾ നല്ലൊരു ഹ്യൂമൻ ബീങ്സ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ വളർന്നു വരണമെന്ന് ലാസ്റ്റ് സ്റ്റാൻസയിൽ നമ്മുടെ മക്കളോട് പോയിട്ട് പറയുന്നുണ്ട്. Growth comes through effort, courage and support. Even the weakest beginning can lead to the beautiful result with a determination. Growth, വളർച്ച എന്ന് പറയുന്നത് കംസ് ത്രൂ എന്തിലൂടെയാണ് വരുന്നത്? എഫേർട്ട് അല്ലെ, ഹാർഡ് വർക്കിലൂടെയും കറേജ് ധൈര്യത്തിലൂടെയും സപ്പോർട്ട് മറ്റുള്ളവരുടെ സപ്പോർട്ടിലൂടെയൊക്കെയാണ് വളർച്ച ഉണ്ടാവുന്നത്. ഈവൻ ദ വീക്കസ്റ്റ് ബിഗിനിങ്, വളരെ മോശപ്പെട്ട തുടക്കത്തിൽ പോലും ക്യാൻ ലെറ്റ് എ ബ്യൂട്ടിഫുൾ റിസൾട്ട് വിത്ത് ഡിറ്റർമിനേഷൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ? വിത്ത് ഡിറ്റർമിനേഷൻ. ഒരു സ്ട്രോങ് തീരുമാനത്തോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ വീക്കസ്റ്റ് ആയിട്ടുള്ള ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ബിഗ് റിസൾട്ട് കിട്ടും. ദെൻ poetic devices നോക്കാം. Personification, giving human qualities to non-human living things അല്ലെ. ഞാൻ ഓൾറെഡി പറഞ്ഞു, നോൺ ഹ്യൂമൻ ലിവിങ് തിങ്സ് ആയിട്ടുള്ള വസ്തുക്കൾ അല്ലെ, വസ്തുക്കളോ മരങ്ങളോ ചെടികളോ എന്തോ ആവട്ടെ, പുഴയോ എന്തോ ആവട്ടെ, അങ്ങനെ എന്ത് വസ്തുവാണെങ്കിലും അതിന് ഹ്യൂമൻ ക്വാളിറ്റീസ്, മനുഷ്യരുടെ ക്വാളിറ്റീസ് കൊടുക്കുക. ചിരിക്കുക, പാടുക, പറയുക, കേൾക്കുക, ഇഷ്ടപ്പെടുക, ഇഷ്ടപ്പെടാതിരിക്കുക, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യരുടെ ആണല്ലേ. ഇത് നോൺ ഹ്യൂമൻ ഇതിന് കൊടുക്കുമ്പോഴാണ് അത് പേഴ്സണിഫിക്കേഷൻ ആയിട്ട് മാറുന്നത്. നോക്കാം.
To itself it fell a talking അല്ലെ, and this seeding shows as talking അല്ലെ. ആ സീഡിങ് അതിനോട് തന്നെ സംസാരിക്കാൻ തുടങ്ങിയാണ്. സീഡിങ് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ടോക്കിംഗ് എന്താണ്? മനുഷ്യരുടെ ക്വാളിറ്റിയാണ് അല്ലെ. സോ ഇറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് ബ്രദർ സ്റ്റെം, ദെൻ 2 other leaflet അല്ലെ. ഇതാ രണ്ട് അതർ ലീഫ്ലെറ്റ് അത് കേട്ടു, അത് ബ്രദറിനെ വിളിക്കുക, കേൾക്കുക, ഇതൊക്കെ എന്താണ്? മനുഷ്യരുടെ ക്വാളിറ്റീസ് ആണ് അല്ലെ. Then alliteration, a repetition of the initial consonant sounds at the beginning of the nearby words അല്ലെ. തൊട്ടടുത്ത് വരുന്ന വാക്കുകളിൽ ഒരു സെന്റൻസിൽ തന്നെ തൊട്ടടുത്ത് വരുന്ന വേർഡുകളുടെ തുടക്കത്തില് വവൽസ് അല്ലാത്ത സൗണ്ടുകളാണ് കോൺസണൻസ്. വവൽസ് എ ഇ ഐ ഒ എന്ന് പറയുന്ന വവൽസ്, അതല്ലാതെ വരുന്ന ഇംഗ്ലീഷിലെ ഏത് ലെറ്റേഴ്സ് ഉണ്ടല്ലോ, ബാക്കി എല്ലാ ലെറ്റേഴ്സും അത് റിപ്പീറ്റ് ചെയ്ത് വേർഡുകളുടെ മുമ്പിൽ വരികയാണെങ്കിൽ അതിനെ അലിട്രേഷൻ എന്ന് പറയുന്നു. നോക്കാം. ലിറ്റിൽ ലീഫ്ലെറ്റ്, ടു ബി ഷുവർ ദ ഹാസ്റ്റ് and hurry, h and made the seedlings sweat, seedlings sweat and pant അല്ലെ. ഇങ്ങനെയുള്ള റിപ്പീറ്റ് ചെയ്ത് വരുന്ന വരികൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ മക്കളെ, റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ് കണ്ടല്ലോ, ഇതാണ് പറയുന്നത് അലിട്രേഷൻ. ക്ലിയർ? ഇമേജറികൾ അല്ലെ, ഇഷ്ടംപോലെ ഇമേജറികൾ ഉണ്ട് അല്ലെ. നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത്, സ്മെല് ചെയ്യാൻ കഴിയുന്നത് അല്ലെ, ഹിയർ ചെയ്യാൻ കഴിയുന്നത്, ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ ഇമേജറികൾ ഉണ്ട്. വേർഡ്സ് ദാറ്റ് ഹെൽപ്സ് യു ഇമാജിൻ വാട്ട് യു സീ, സ്മെൽ, ഫീൽ, ഹിയർ അല്ലെ. നമ്മുടെ 5 സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ് ഇമേജറികൾ വരുന്നത് കേട്ടോ. കേൾക്കാനും കാണാനും ഫീൽ ചെയ്യാനും കഴിയുന്നതാണ്. പ്ലാന്റ്, ലീഫ്ലെറ്റ്, ഷവർ, സൺഷൈൻ, ഫ്ലവർ, ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് മാത്രമൊന്നല്ല, ഒരുപാടുണ്ട് അല്ലെ. മരം, ചെടി, തൈ, ഇല, ബ്രാഞ്ച്, ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനും ഒക്കെ കഴിയുന്ന, കാണാനും ഒക്കെ കഴിയുന്നതാണ് അല്ലെ. ദെൻ സിംബോളിസം, സിമ്പിളായിട്ട് യൂസ് ചെയ്യുക അല്ലെ. യൂസ് ദ വൺ തിങ് ടു റെപ്രസെന്റ് അനദർ, ഒന്നിനെ മറ്റൊന്നായിട്ട് യൂസ് ചെയ്യുക, സിമ്പിളായിട്ട് യൂസ് ചെയ്യുക. നോക്കാം. Here is the seeding symbolize a child or human growth and development അല്ലെ. ഇവിടെ സീഡിങ്സിന്റെ ഓരോ ഘട്ടത്തിലുള്ള വളർച്ച ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റുമായിട്ട് സിമ്പിൾ ചെയ്തിട്ടുണ്ട് അല്ലെ. പൂർണ്ണമായിട്ടും ഇതൊരു സിമ്പിൾ തന്നെയാണ് അല്ലെ മനുഷ്യരുടെ ജീവിതമായിട്ട്. ഓക്കെ. then metaphor അല്ലെ, ഉപമകളൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്യാണ്. an implied comparison between two things without using like and as. ലൈക്കും ആസ് ഉപയോഗിച്ച ഇമേജറിയാണ്, ലൈക്കും ആസ് ഉപയോഗിച്ച സിമിലിയാണ്. അപ്പൊ ലൈക്കും ആസും ഉപയോഗിക്കാതെ ഒരു ബന്ധവുമില്ലാത്ത രണ്ട് വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് മെറ്റാഫർ ആണ്. നോക്കാം. The growth of seedling is a metaphor for the child growing up അല്ലെ. ഒരു ചെടിയും ഒരു കുട്ടിയും നമ്മൾ വല്ല ബന്ധമുണ്ടോ? ഇല്ല. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമല്ല. എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യാണ്? ഇവിടെ കമ്പയർ ചെയ്തിട്ടാണ് ഇത് ഫുൾ പോമും പോണത് അല്ലെ. അപ്പൊ അതെന്താണ്? ഒരു മെറ്റാഫർ ആണ് കേട്ടോ. Then rhyme scheme, നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. Regular pattern rhyme scheme words at the end of the lines. The poem consists rhyme scheme ആണ്, AB ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. Then deductive tone ആണ്. Deductive tone means എന്താ മക്കളെ? A tone that is an instructive, moralist and gives an advice അല്ലെ. നിങ്ങൾക്കറിയാം ചില പോംസ് ആയിരിക്കും പ്രകൃതിയെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന പോംസ് ഉണ്ടാവും. ചില പോംസ് ഭയങ്കര സാഡ് ആയിട്ടുള്ള വാറും യുദ്ധമൊക്കെ വരുന്ന അങ്ങനത്തെ പോംസ് ഉണ്ടാവും. ചിലതിൽ ഭയങ്കര നിരാശാകരിക്കും. എന്നാൽ ചില പോമുകൾ ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്, വായിക്കുന്ന ആളുകൾക്ക് ഒരു ഉപദേശം തരുന്ന രീതിക്ക്, ഒരു മോറൽ ആയിട്ടുള്ള അഡ്വൈസ്, ഒരു ധാർമ്മികരമായിട്ടുള്ള ഉപദേശങ്ങൾ അല്ലെ, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് അങ്ങനെയൊക്കെ തരുന്ന രീതിയിലുള്ള പോമുകൾ ഉണ്ടാവും അല്ലെ. ഇത് നിങ്ങൾ കുട്ടികൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ തരുന്ന, ഒരു അഡ്വൈസ് തരുന്ന രീതിയിലുള്ള ഒരു പോമാണ്. അതിനാണ് ഡിഡക്റ്റീവ് ടോൺ എന്ന് പറയുന്നത്. ലിറ്റിൽ ഫോക്സ് ബി ലൈക്ക് ദ സീഡിങ് ഓൾവേസ് ടു ദ ബെസ്റ്റ് യു ക്യാൻ. നിങ്ങൾ എന്ത് ചെയ്യണം? സീഡിങ്ങിനെ പോലെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ ബെസ്റ്റ് നിങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ടോണാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. Then enjambment, ഞാൻ ഓൾറെഡി പറഞ്ഞു. കണ്ടിന്യൂഷൻ ഓഫ് ദ സെന്റൻസ് ബിയോണ്ട് ദ ലൈൻ വിത്തൗട്ട് പോസ് അല്ലെ. നിങ്ങളോട് ഞാൻ പറഞ്ഞു ഒരു ലൈൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മീനിങ് ഒരിക്കൽ പോലും കിട്ടില്ല. കാരണം എന്താണ്? ആ ഒരു മീനിങ് കിട്ടണമെങ്കിൽ അടുത്ത ലൈനിലോട്ട് പോകണം. അത് അടുത്ത് ഇങ്ങനെ മീനിങ് ഇങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാതെ കണക്ട് ചെയ്ത് പോയിക്കാണ്ട് നമുക്ക് ലഭിക്കുന്നതിനെയാണ് എൻജാംമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ പോയറ്റിക് ഡിവൈസസ് അല്ലെ. സിമ്പിൾ പോം അല്ലെ. ഓരോ ലൈൻസും നിങ്ങൾക്ക് അതിന്റെ മീനിങ്സ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലെ. അത്രയും സിമ്പിൾ ആയിരുന്നു. അതില് ന്യൂ വേർഡ്സ് ഒന്നും ഇല്ല. ഈ ന്യൂ വേർഡ്സുകൾ ഒരു പ്രോസ്പെക്റ്റ് എന്നൊക്കെ പറയുന്ന 1-2 വേർഡ് അല്ലാതെ ന്യൂ വേർഡ്സുകൾ ആ പോമിലില്ല. അത്രയും ആളുകൾക്ക്, സാധാരണക്കാർക്കും കുട്ടികൾക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു പോമാണത്. അതുകൊണ്ട് തന്നെ അതിന്റെ പോയറ്റിക് ഡിവൈസസോ അതിലും സിമ്പിൾ ആയിരുന്നു അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഇതിലെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.